പ്രമേയങ്ങൾ കൂടെയുള്ള ഡീപ്പ് തീംസ് ഉണ്ടല്ലോ റൈറ്റിങ്ങിൽ, അത് എങ്ങനെയാണ് കൊണ്ടുവന്നതും റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിച്ചതും? നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ ഒന്നിലും പറ്റില്ല. അത് എഴുത്തിൽ പ്രത്യേകിച്ച് പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുന്ന ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഓഫ് എൻ ഐഡിയ, യു ലെറ്റ് ഇറ്റ് ഗ്രോ ഇൻസൈഡ് യു. അതൊരു വിളയിക്കൽ പോലൊരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ അതുവരെ കണ്ടതും നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലായതുമായിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറലായിട്ട് അതിന്റെ പാർട്ടായിട്ട് ഇവോൾവ് ചെയ്യുന്നല്ലാതെ ഞാൻ ഇന്ന ലെയർ ഇതിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇന്നൊരു ഐഡിയ ഇതിൽ താഴ്ത്തി വയ്ക്കാം, ഇതൊരു സാൻഡ്വിച്ച് ഓഫ് ഐഡിയാസ് ആക്കാം എന്നൊക്കെയുള്ള ഐഡിയയുടെ ഒരു പ്രീകൺസീവ്ഡ് ആയിട്ട് നമുക്കൊരു ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിന്, അതൊരു സ്ക്രീൻ പ്ലേ ആയാലും ശരി, ഒരു ചെറുകഥയായാലും ശരി, നോവലായാലും ശരി, ഒരു പൂർവ്വകല്പിതമായ ഒരു ഡിസൈനിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കോൺഷ്യസ് ആയിട്ട് ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ആ കോൺഷ്യസ് ഡിസിഷനിൽ ആക്ടർ മൈൻഡിൽ ഉണ്ടാവാറുണ്ട് എഴുതുമ്പോൾ? നാച്ചുറലി ഐ ഹാവ് സെഡ് ദിസ് വൺസ്. അതായത് ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്, ബട്ട് ഹീസ് ആക്ടിങ് ഓൺ പേപ്പർ. ഒരു ആക്ടർ എന്ന് പറയുന്നത് ഹി റൈറ്റ്സ് ഓൺ സ്ക്രീൻ വിത്ത് ഹിസ് ബോഡി, വിത്ത് ഹിസ് സോൾ, വിത്ത് ഹിസ് മൈൻഡ്. സോ ആക്ടിങ് എല്ലായിടത്തും ഉണ്ട്. ഏതൊരു പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അതിൽ ആക്ടറിന്റെ ഒരു എലിമെന്റ് എന്തായാലും ഉണ്ടാവും, റൈറ്ററിന്റെ എലിമെന്റ് ഉണ്ടാവും. സോ അത് വളരെ ഒരു അപേക്ഷമായിട്ടുള്ളത്. ലൂസിഫർ സിനിമ അവസാനിക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു സെക്കൻഡ് പാർട്ടിനൊരു ചെറിയൊരു ത്രെഡ് അവിടെയുണ്ട്, റഷ്യൻ ഒരു ഷോട്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ഫസ്റ്റ് വേർഷൻ ട്രൈലോജിയിൽ എല്ലാവരും കൊണ്ടാടി ഇഷ്ടപ്പെട്ട ഒരു സിനിമ, വെൻ യു ബ്രിങ് ഇൻ ദ സീക്വൽ അത് എക്സ്പെക്ടേഷൻസ് കൂടും, അത് പ്രഷർ ഉണ്ടാവും. എന്തായാലും എന്തൊക്കെയായിരുന്നു ആസ് എ റൈറ്റർ കൊണ്ടുവരണ്ട എന്നും എന്നാൽ കൂടുതൽ കൊണ്ടുവരണമെന്ന് ചിന്തിച്ച ആ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു? Basically, Emperor is not a sequel to Lucifer. Emperor എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് എ ട്രിലജി, ഒരു ത്രയം. 3 ഫിലിം ഫ്രാഞ്ചൈസ് ആണ് ലൂസിഫർ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ കൺസീവ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ ദിസ് ഇസ് നോട്ട് എ സീക്വൽ ടു ലൂസിഫർ. ദിസ് ഈസ് എ സ്റ്റാൻഡ് അലോൺ സെക്കൻഡ് പാർട്ട്, സ്റ്റാൻഡ് അലോൺ ഫിലിമുമാണ്. അതേസമയം ഫ്രാഞ്ചൈസിന്റെ മിഡ് പീസ് ആണ്, which will be flanked by the first part and the conclusion. സോ ആ രീതിയിലാണ് അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സോ അതിന് പ്രത്യേക ഒരു പ്രഷർ അല്ല, ബിക്കോസ് ഇറ്റ് വാസ് കൺസീവ്ഡ് വേ ബിഫോർ റൈറ്റിംഗ് ദ സെക്കൻഡ് പാർട്ട്. മുരളിയുടെ ക്യാരക്ടേഴ്സ്, മുരളി അഭിനയിച്ചതാണെങ്കിലും എഴുതിയതാണെങ്കിലും ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടി കോംപ്ലക്സിറ്റി ഉണ്ട്, ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്യുന്ന സമയത്ത് ചില ക്ലാസിക് ലിറ്ററേച്ചറിൻ്റെ റെഫറൻസസോ, ഹൗ ഡു യു ബ്രിങ് ദീസ് ക്യാരക്ടേഴ്സ്? കുറച്ചൊരു എലിമെന്റ് ഓഫ് സൈക്കോട്ടിക് കാണാറുണ്ട്. ഞാൻ വളരെ എലിമെന്റൽ ആയിട്ടുള്ള റൈറ്ററാണ്. ഞാൻ ഫിക്ഷന്റെ ഒരു വലിയ ഫാനാണ്.